everyone. Columbia Lab Private Limited EV Charging Station and Solar Panelsന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലിക്ക് അടുത്തുള്ള മുടപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ്ലഹീം അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പറയുന്ന പേര്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ റോഡിൻ്റെ ഇങ്ങേ വശം എറണാകുളം ജില്ലയും ആ വശം തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ നമ്മൾ ബസ്ലഹീമിൽ മിസ്റ്റർ നൈജോൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ 3 കിലോവാട്ടിൻ്റെ ഹാവൽസിൻ്റെ സോളാർ പവർ പ്ലാനാണ് വെച്ചിട്ടുള്ളത്. എല്ലാവരെയും പോലെ തന്നെ വെയിലൊക്കെ കിടക്കുന്ന സമയത്ത് എന്തായിരിക്കും കറണ്ട് ബില്ല്, എങ്ങനെയായിരിക്കും, കാരണം കുട്ടികളും പ്രായമായവരൊക്കെ ഉള്ളപ്പോൾ എന്തായാലും AC, ഫാൻ കാര്യങ്ങളോ ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹം സോളാർ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എൻ്റെ പേര് നൈജോ, എനിക്ക് ബിസിനസ്സാണ്. ഞാനിപ്പോൾ 3 കിലോവാട്ടിൻ്റെ ഹാവൽസാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ കാരണമായിട്ട് വീട്ടിൽ കുട്ടികളുണ്ട്. അപ്പോൾ AC ഡേ ടൈമിൽ ഫുൾ വർക്കിംഗ് ആയിരിക്കും. പിന്നെ ഇൻഡക്ഷൻ വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് ബില്ല് ഏകദേശം കുറച്ച് കൂടുതലായിട്ട് വന്നപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തത്. ഇപ്പോൾ ന്യൂ ഇയറിലാണ് ചെയ്തത്. ഇപ്പോൾ 2 മന്ത് ആവുന്നു. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കൊട്ടേഷൻസ് നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. കൊളംബിയറിൻ്റെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത്. പിന്നെ സർവീസ് ആയാലും അവരുടെ ഇൻസ്റ്റാളേഷനൊക്കെ ആയാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. മറ്റ് കമ്പയർട്ടീവ് വേറെ ചെയ്താണെന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചെയ്താണെന്ന് വെച്ച് കമ്പയർ നോക്കുമ്പോൾ സർവീസൊക്കെ വളരെ പക്കയായിരുന്നു. അതുകൊണ്ടാണ് കൊളംബിയർ ചൂസ് ചെയ്തത്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കറണ്ട് ബില്ല് വന്നായിരുന്നു. അപ്പോൾ ആ സർവീസ് ചാർജ് മാത്രമേ ആയിട്ടുള്ളൂ. അവരുടെ നോർമൽ റേറ്റ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പഴയത് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. മുമ്പ് നമ്മൾ ഈ സമ്മർ ടൈമിലൊക്കെ AC ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ കറണ്ട് ചാർജ് എത്ര ഹൈ ആവും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഇപ്പോൾ ബില്ല് വന്നതായാലും നോർമൽ ബില്ലുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ 100% സാറ്റിസ്ഫാക്ഷനാണ്. ഈ വീഡിയോയിൽ നൈജു സാർ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് കറണ്ട് ബില്ല് വരുന്നത് എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വേനൽക്കാലമൊക്കെ വരുന്ന സമയത്ത് അത്രയധികം പേടിക്കേണ്ട ഒരു കാര്യമായിട്ട് വേനലിലെ കറണ്ട് ബില്ലും മാറിക്കഴിഞ്ഞു. അതിനൊന്ന് മറികടക്കാൻ നാളേക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യമാണ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് വേണമെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയാം. കറണ്ട് ബില്ലിനെ ഒഴിവാക്കുക, ന്യൂ ഇയർ റെസൊല്യൂഷൻ. അദ്ദേഹം വെച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 കിലോവാട്ടിൻ്റെ സോളാർ പവർ പ്ലാന്റ് ആണ്. ഇതെല്ലാം നിങ്ങൾക്കുള്ളൊരു മാതൃക കൂടിയാണ്. ഈ വേനലിനെ എങ്ങനെ നേരിടാം, എന്തായാലും വേനലിൻ്റെ ചൂട് കുറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല, പക്ഷേ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളൊരു ഉദാഹരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്കും താല്പര്യമുണ്ട്, നിങ്ങൾക്കും സോളാറിനെ കുറിച്ചുള്ള സംശയങ്ങൾ, EVCസിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാനുണ്ടെങ്കിൽ, ഞങ്ങളോട് നിർദ്ദേശങ്ങൾ പറയാനുണ്ടെങ്കിൽ, ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ ഒരു ദിവസം കാണാം.